വയനാടിൻ്റെ പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പുല്ല് കൃഷിയാണ് നടത്തുന്നത്. അപ്പോൾ പുല്ല് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഫൗണ്ടൻ പോലെ ഇങ്ങനെ പോകുന്നത് കാണാൻ തന്നെ ഒരു രസമാണ്. നമ്മൾ ഈ പ്രകൃതിയുടെ മനോഹാരിതയിൽ നിന്നുകൊണ്ട് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യമാണ്. നാർസിസിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്താണ് നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത്? നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഒരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഇൻഡിവിജ്വലിന് മറ്റൊരു വിക്ടിമിൽ നിന്ന് എപ്പോഴും പ്രതീക്ഷിക്കുന്നത് വാലിഡിറ്റിയാണ്. അതായത് അദ്ദേഹത്തിന് കൂടുതൽ റെസ്പെക്റ്റ് കിട്ടുന്ന, അദ്ദേഹത്തിന് കൂടുതൽ പണമുണ്ടാക്കാൻ പറ്റുന്ന, അദ്ദേഹത്തിന് കൂടുതൽ അഡ്വാൻറ്റേജസ് ഉണ്ടാക്കാവുന്ന എല്ലാ തരത്തിലുള്ള മേഖലകളും അയാൾ സ്വീകരിക്കും. അപ്പോൾ വിക്ടിമിൻ്റെ ഒരു പ്രത്യേകത അതൊക്കെ നോക്കിയായിരിക്കും വിക്ടിമിനെ അവർ തിരഞ്ഞെടുക്കുക. വിക്ടിമിന് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവില്ല, സെൽഫ് വാല്യൂ ഉണ്ടാവില്ല, സെൽഫ് എസ്റ്റീം ഉണ്ടാവില്ല. അപ്പോൾ ഒരു നാർസിസിസ്റ്റിനെതിരെ വിജയിക്കാൻ നമ്മൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് ലവ്, സെൽഫ് എസ്റ്റീം. നമ്മളെ തന്നെ പ്രോസ്പെരിറ്റിയിലോട്ട് നയിക്കാനായിട്ട് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി ഇപ്പോൾ കോർപ്പറേറ്റ് വേൾഡിൽ ചെല്ലുമ്പോൾ വളരെയധികം ക്രിമിനൽ സ്വഭാവമുള്ള ഒരുപാട് ആൾക്കാർ, അത് ഫാമിലിയിലാണെങ്കിലും വർക്കിംഗ് ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിലും അത് ചെയ്യുന്നുണ്ടാവും. കൺവിക്റ്റഡ് ക്രിമിനൽസ് ആയിട്ട് പോലും നമ്മൾ പല നാർസിസിസ്റ്റിനെ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്ത് വെക്കാതെ ആ നാർസിസിസ്റ്റിൻ്റെ വെളിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു വിക്ടിം ചെയ്യേണ്ടത്. നാർസിസിസ്റ്റിക് എൻടൈറ്റിൽമെൻറ്റ് എപ്പോഴും അവർക്ക് വാലിഡിറ്റി കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ എൻടൈറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ അയാൾ ചെയ്യുന്നത് എങ്ങനെ നല്ല കറക്റ്റാകുന്നു, അല്ലെങ്കിൽ അയാൾ ഭയങ്കര മിടുക്കനാണ് എന്ന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ബാക്കിയുള്ളവർ സംസാരിക്കുക, അതാണ് അവർക്ക് ഏറ്റവും അധികം ഇഷ്ടം. ആ ഒരു കാര്യം നമ്മൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യുന്നേയില്ല. നമ്മൾ ബൗണ്ടറീസ് ക്ലോസ് ചെയ്ത് ആ അറ്റൻഷൻ എന്നുള്ള കാര്യം അവരിൽ നിന്ന് അങ്ങ് നീക്കുക. അപ്പോൾ അവർ പറയുന്നത് കേൾക്കുന്നത് വളരെ പാസീവായിട്ട് സബ്മിസീവായിട്ടിരിക്കുന്നവരെയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. നമ്മൾ അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല, ആർഗ്യുമെൻറ്റ് പ്ലേസ് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ പറയുന്ന അഭിപ്രായം പറയാൻ പാടില്ല. അവർ പറയുന്നത് കേട്ട് സബ്മിസീവായിട്ട് പാസീവായിട്ടിരിക്കുന്നതാണ് അവർക്കിഷ്ടം. അതുപോലെ അവർ നോക്കുമ്പോഴത്തേക്കും ഇമോഷണൽ ഇൻ്റലിജൻസ്, സെൽഫ് അവെയർനെസ്, പൊളിറ്റിക്കൽ അവെയർനെസ്, അതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള സോഷ്യൽ സ്കില്ലുകൾ നമ്മൾ പഠിക്കുക. പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. കൃത്യമായിട്ടുള്ള സോഷ്യൽ സ്കിൽസിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ മുഖംമൂടി വലിച്ചെറിയാനായിട്ട് പറ്റും. നമുക്ക് പേഷ്യൻസ് ഉണ്ടാവണം, പെർസിവറൻസ് ഉണ്ടായിരിക്കണം, നമ്മുടെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യണം. വി ബിക്കം മോർ അസർട്ടീവ്. വി ആർ നോട്ട് പാസീവ്, ബട്ട് വി ആർ അഗ്രസീവ് ആൻഡ് സെൽഫ് ഡിഫെൻസീവ്. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇമോഷൻസിനെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് കോൺഫിഡൻസോടുകൂടി, അസർട്ടീവ്നെസ്സോടുകൂടി നമുക്ക് മുന്നേറാനായിട്ട് പറ്റണം. മറ്റൊരു പ്രധാനപ്പെട്ട സംശയം, ഇപ്പോൾ മ്യൂച്വൽ ഡിവോഴ്സ് പ്രൊസീജിയറിലുള്ള മക്കൾ, അവരെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ പരസ്പരം നിന്ന് അടികൂടി നിൽക്കുന്ന പേരൻസിൻ്റെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ സ്നേഹം രണ്ട് പേരൻസിൽ നിന്നും രണ്ട് ഡയറക്ഷനിൽ കിട്ടുന്നതാണെങ്കിലും അത് കിട്ടിക്കൊണ്ട് വളരുന്ന കുട്ടികൾക്കായിരിക്കും കൂടുതലായിട്ട് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക, അവർക്ക് തന്നെ പ്രോസ്പെരിറ്റി ഉണ്ടാവുക. അപ്പോൾ തെറാപ്യൂട്ടിക്കലി അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ മധ്യസ്ഥതയോടുകൂടി ഈ കുട്ടികളുടെ ചൈൽഡ് ഡെവലപ്മെൻറ്റിനെയും കുറിച്ച് കൃത്യമായിട്ടുള്ള അവബോധമുള്ള, അതിൽ ഇപ്പോൾ MPhil അല്ലെങ്കിൽ PhD എടുത്തിട്ടുള്ള ആൾക്കാരുണ്ട് ഇതിലെ സൈക്കോളജിക്കൽ കൗൺസിലേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ളവരെ വെച്ച് നമുക്ക് ഇത്
ഒരു മധ്യസ്ഥത ചർച്ചയ്ക്കോ അല്ലെങ്കിൽ അത് ശരിയാക്കിയെടുക്കാനോ നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം, ഈ ഫാമിലിയിലുണ്ടാകുന്ന പല വിധത്തിലുള്ള വയലൻസാണ്. ഈ വയലൻസ് അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളെ ആണെങ്കിലും സ്വയമാണെങ്കിലും മുറിവേൽപ്പിക്കുന്നത് അത് ഫിസിക്കലായിട്ടുള്ള ഒരു അബ്യൂസാണ്. അപ്പോൾ കുടുംബത്തിന് വേണ്ടി സഹിക്കുക, അല്ലെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇതിനുള്ള പുണ്യം കിട്ടും, അല്ലെങ്കിൽ ഇതാണ് നിൻ്റെ ജീവിതം, നമ്മൾ സഹിക്കണം, ക്ഷമിക്കണം, അതിന് നമുക്ക് പ്രതിഫലം കിട്ടും എന്നൊക്കെ പറയുന്നതിൽ അതിലൊരു കാര്യമില്ല എന്നുള്ളതാണ്. നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും, സെൽഫ് ഇമ്പോർട്ടൻസ്, സെൽഫ് കെയർ, സെൽഫ് പ്രൊട്ടക്ഷൻ, സെൽഫ് കോൺഫിഡൻസ്, ഇതെല്ലാം നമ്മൾ തന്നെ അഭ്യസിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കാത്തലിക് ചർച്ചിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒക്കെ വിചാരിച്ചെന്നാൽ അപ്പോൾ എന്തുമാത്രം പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ കണക്കിലെടുക്കണം. അപ്പോൾ നമ്മൾ സഹിക്കണം, പൊറുക്കണം, സഹോദരങ്ങളോട് ക്ഷമിക്കണം, ഇതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ നോട്ട് അറ്റ് ദ കോസ്റ്റ് ഓഫ് അവർ സെൽസ്. ഫൊർഗീവ് ആൻഡ് ഫൊർഗെറ്റ് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഒരിക്കലും അതിൽ തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്, ഇപ്പം അതിനെ ഓർത്തുകൊണ്ടിരിക്കുകയാണോ, അതിൽ നിന്ന് പുറത്ത് കളയാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലേ, സഹിക്കാൻ പറ്റിയിട്ടില്ലേ, പൊറുക്കാൻ പറ്റിയിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതിന് പകരം അത് മറക്കുക, അത് പൊറുക്കുക എന്നൊക്കെയാണ് പലപ്പോഴും മേലധ്യക്ഷന്മാരാണെങ്കിലും മതസ്ഥരാണെങ്കിലും ഒക്കെ പറയുക. അവർ എങ്ങനെയാണെങ്കിലും ഫൊർഗീവ് ആൻഡ് ഫൊർഗെറ്റ്, ഇത് സത്യമാണ്. പക്ഷേ നമ്മളെ തന്നെ മറന്നുകൊണ്ട് വീണ്ടും ആ ഒരു ടോർച്ചറിലോട്ട് പോവുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അനുവദിച്ചു കൊടുക്കാവുന്ന കാര്യമല്ല. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ പലപ്പോഴും ആ വയലൻസ് കൂടി വന്ന് ചിലപ്പോൾ ഒരു കൊലപാതകത്തിലോ ആത്മഹത്യയിലോ ഒക്കെ ആയിരിക്കും അത് കലാശിക്കുക. അപ്പോൾ അവർക്ക് പ്രതികാരം ചെയ്യണം എന്നുള്ള ചിന്തയിൽ നിന്ന് അവർ നമ്മളെ പലപ്പോഴായിട്ട് ഫിസിക്കൽ അബ്യൂസ് ചെയ്തേക്കാം, ഡൊമസ്റ്റിക് വയലൻസിലേക്ക് അത് നയിച്ചേക്കാം. അത് കുട്ടികൾക്ക് തന്നെയും അത് ഭയങ്കരമായിട്ടുള്ള ഒരു മെൻ്റൽ ഷോക്ക് പ്രദാനം ചെയ്തേക്കാം. അപ്പോൾ ഇന്നസെൻ്റ് ആയിട്ടുള്ളവർ ഫൊർഗീവ്, ഫൊർഗെറ്റ് എന്ന് പറയുന്നതൊക്കെ ഇന്നസെൻസിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ വീണ്ടും ഒരു വിക്ടിമിൻ്റെ സ്റ്റേറ്റസിലോട്ട് നമ്മളെ മാറ്റിക്കൊണ്ട് പോകുന്ന രീതിയിൽ നമ്മൾ അവരെ വീണ്ടും വാലിഡേറ്റ് ചെയ്ത് അവർക്ക് കൂടുതലായിട്ട് ഉള്ള പ്രോസ്പെരിറ്റി കിട്ടുന്ന, അതിനോടൊപ്പം നമ്മൾ കൂടുതൽ ഫിസിക്കൽ അബ്യൂസ് സഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുക എന്ന് പറയുന്നത് ഒരു തരത്തിലും നമുക്ക് അപ്രൂവ് ചെയ്യാവുന്ന കാര്യമല്ല. അപ്പോൾ ഒന്നുണ്ടായി, അന്ന് ഞാൻ മറന്നു, പുറത്തു. പക്ഷേ ഇനി അങ്ങനെ ഉണ്ടായെന്നാൽ ഞാൻ അതിൽ നിന്ന് പുറത്തു വരും എന്ന് സ്ട്രോങ് ആയിട്ട് ഡിസൈഡ് ചെയ്യാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ്. അതൊരിക്കലും നമ്മൾ ഡിസേർവ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ നമ്മൾ ഈ ഫൊർഗീവ്, ഫൊർഗെറ്റ് എന്ന് പറയാൻ പാടുള്ളൂ. അത് എപ്പോഴും എല്ലാവർക്കും വെച്ച് നീട്ടാവുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കണം. അപ്പോൾ നാർസിസ്റ്റ് എന്താണോ ആഗ്രഹിക്കുന്നത് അത് കൊടുക്കാതിരിക്കുക. നാർസിസ്റ്റിങ്ങിന് ഇഷ്ടമല്ലാത്ത എന്തൊക്കെയാണോ അത് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് ലവ്, സെൽഫ് കെയർ എന്നൊക്കെയുള്ളതാണ്. അത് നമ്മളിൽ തന്നെ ഡെവലപ്പ് ചെയ്യുക. നമ്മുടെ പ്രോസ്പെരിറ്റിക്ക് നമ്മൾ തന്നെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ബൗണ്ടറീസ് ക്ലോസ് ചെയ്യുക, ഡിറ്റാച്ച്മെൻറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അവരുമായിട്ടുള്ള ആ ഒരു പാരതന്ത്ര്യത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും പ്രോസ്പെറസ് ആയിട്ട് ജീവിക്കാൻ പറ്റട്ടെ. താങ്ക് യു.